ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കോൺവെക്കേഷനെ കുറിച്ചാണ്. അതായത് നമ്മളുടെ 2023 ഡിസംബറിലും അതുപോലെ തന്നെ 2024 ജൂണിലും എക്സാം കംപ്ലീറ്റ് ചെയ്തവർക്കുള്ള കോൺവെക്കേഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത്. 38th കോൺവെക്കേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഫെബ്രുവരി 25 ആയിരുന്നു നമുക്ക് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പ്രോഗ്രാം എപ്പോഴാണ്, കോൺവെക്കേഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നും കൂടി നമുക്ക് ആദ്യം തന്നെ വന്നിട്ടുണ്ട്. അതായത് മാർച്ച് 5-നാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. ഇഗ്നോയുടെ ഈ ഒരു കോൺവെക്കേഷന്റെ മെയിൻ പ്രോഗ്രാം നടക്കുന്നത് ഡൽഹിയിൽ വെച്ചാണ്. അതിൽ നമ്മളുടെ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ആണ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നത്. ആ ഈ ഒരു ടൈമിൽ തന്നെ മാർച്ച് 5 തന്നെയാണ് നമ്മളുടെ ഓരോ റീജിയണൽ സെൻറ്റേഴ്സിലും നടക്കുന്നത്. അതായത് നമുക്ക് കേരളത്തിൽ 3 റീജിയണൽ സെൻറ്റർ ആണുള്ളത്. അവിടെയും ഈ ഒരു മാർച്ച് 5 തന്നെയായിരിക്കും നമ്മളുടെ ഈ ഒരു കോൺവെക്കേഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു കോൺവെക്കേഷനിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നവർക്ക് നമ്മളുടെ റീജിയണൽ സെൻറ്റർ മെയിലായിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവർക്ക് മെയിൽ അയച്ചിരിക്കും നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രമേ നമ്മളുടെ ഈ ഒരു കോൺവെക്കേഷനിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഇഗ്നോയിൽ നിന്ന് നമ്മളുടെ റീജിയണൽ സെൻറ്ററിൽ നിന്നും നമ്മളുടെ സർട്ടിഫിക്കറ്റ് പോസ്റ്റായിട്ട് വരികയാണ് ചെയ്യുക. അതല്ല എങ്കിൽ നമ്മളുടെ ഈ ഒരു കോൺവെക്കേഷൻ കഴിഞ്ഞ പിറ്റേ ദിവസം മുതൽ നമുക്ക് നമ്മളുടെ സർട്ടിഫിക്കറ്റ് അവിടെ പോയി നമ്മളുടെ റീജിയണൽ സെൻറ്ററിൽ പോയിട്ട് വാങ്ങാവുന്നതാണ്. ഈ ഒരു കോൺവെക്കേഷന് വേണ്ടിയിട്ട് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആളുകളെ സെലക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഏത് ഇമെയിൽ ഐ ഡി ആണോ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങളുടെ ഇൻവിറ്റേഷൻ വരുന്നത്. ആ ഒരു ഇമെയിൽ ഐ ഡിയിൽ തന്നെയാണ് നിങ്ങൾക്ക് എവിടെയാണ് ഈ ഒരു കോൺവെക്കേഷൻ നടത്തപ്പെടുന്നത് എന്ന് കൂടി അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾക്ക് മെയിലായിട്ട് വരുന്നത്. Congratulations, we are glad to inform you that based upon performance your name has been recommended for award of the university master's degree. അപ്പോൾ നിങ്ങളുടെ ഡിഗ്രിയോ അല്ലെങ്കിൽ PG ഏതാണോ എന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണ് എന്നുള്ളത് കൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ കൂടെ എവിടെയാണ് നിങ്ങൾ പോകേണ്ടത് എന്ന് കൂടി പറയും. വടകരയാണ് നിങ്ങളുടെ റീജിയണൽ സെൻറ്ററായി സെലക്ട് ചെയ്തത് എങ്കിൽ മുനിസിപ്പൽ ടൗൺ ഹാൾ വടകരയിലാണ് ഈ ഒരു പ്രോഗ്രാം നടത്തപ്പെടുന്നത്. ബാക്കി നമ്മളുടെ റീജിയണൽ സെൻറ്റേഴ്സിൻ്റെ കീഴിൽ പഠിക്കുന്ന ആർക്കെങ്കിലും ഇതുപോലെ മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ കോൺവെക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് മെയിൽ വന്നു, ഇൻവിറ്റേഷൻ മെയിൽ വന്നു, പക്ഷെ നിങ്ങൾക്ക് പോകാനുള്ള നിർവാഹമില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് പോസ്റ്റായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് താങ്ക് യു.